ഹായ്, നമ്മൾക്കിന്ന് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂട്ടാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം 3 സവാള നേരിയതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്, നന്നായി ഒന്ന് വഴറ്റാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് പെട്ടെന്ന് വഴണ്ട് വരാനാണ് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി 5-6 അല്ലി, 2 പച്ചമുളക്. പച്ചമുളക് ഞാൻ 2 എടുത്തുള്ളൂ. നല്ല എരിവില്ല പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ 3-4 എടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റാം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറിക്കിട്ടട്ടെ. അതിനുശേഷം 2 നല്ല പഴുത്ത തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. തക്കാളി നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഞാൻ 2 kg ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവില്ലാത്തതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇട്ടൊന്ന് മൂടി വെച്ച് വേവാൻ വെക്കാം. ഇനി വറുത്തരക്കേണ്ട വേണ്ടിയാണ് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 4 ഗ്രാമ്പു, 4 ഏലക്ക, കുറച്ച് പട്ട, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, നാടൻ കുരുമുളകാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. പെരിഞ്ജീരകം 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ എടുക്കാം. ചെറിയ ജീരകം കുറച്ച്. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 1/2 സവാള ഇതരിഞ്ഞത് കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അധികം വേണ്ട, നമ്മളതിൽ ചേർത്തിട്ടുണ്ടല്ലോ ഫസ്റ്റ്. ഇത് കുറച്ച് മതി. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരെ വറുത്തെടുക്കണം. കുറച്ച് കറിവേപ്പ്, അതിൽ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട്. ഇനി വെന്ത ചിക്കനിലോട്ട് ഈ അരച്ചത് കൂട്ടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എത്ര ആവശ്യമില്ല അത്ര ഒഴിച്ചാൽ മതി. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ഇടുമ്പോൾ. അങ്ങനെ വറുത്തരച്ച് ചിക്കൻ കറി റെഡി. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.